എൻ്റെ പേര് ജോളി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. അത്ഭുതങ്ങളുടെ ജപമാലയിലൂടെയും താമസിച്ചുള്ള ധ്യാനം വഴിയും എനിക്കും എൻ്റെ കുടുംബത്തിനും ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. വിദേശത്തുള്ള മകൾക്ക് 1.5 വർഷമായി ജോലി ശരിയാകാതെ വളരെ വിഷമത്തിലും നിരാശയിലുമായിരുന്നു. ആഗസ്റ്റ് മാസം ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നപ്പോൾ അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു 90 അത്ഭുതങ്ങളുടെ ജപമാല കാണാൻ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും 90 അത്ഭുതങ്ങളുടെ ജപമാല കണ്ടു തുടങ്ങി. 38ാമത്തെ അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു ജോളി എന്ന വ്യക്തിയുടെ മകളുടെ പ്രശ്നത്തിൽ ദൈവം ഇടപെടുന്നു എന്ന്. 45ാമത്തെ ദിവസം അവളുടെ ജോലിയുടെ കാര്യം ശരിയായി. നല്ലൊരു കണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ സാക്ഷ്യങ്ങളൊക്കെ. ഇന്റർവ്യൂ പറഞ്ഞ ദിവസവും ജോലി ശരിയായതുമെല്ലാം ചൊവ്വാഴ്ച ദിവസമായിരുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു സ്വീഡനിൽ നിന്ന് ഈ ശുശ്രൂഷ കാണുന്ന കുടുംബത്തെയും ജോലി മേഖലയെയും അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് ഓഫർ ലെറ്റർ കിട്ടുന്ന ദിവസമായിരുന്നു. 2ാമത്തെ സാക്ഷ്യം മകൾക്ക് കാലിൻ്റെ തുടയുടെ ഭാഗത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നിട്ട് ആകെ സ്പ്രെഡ് ആകുന്ന അവസ്ഥയായിരുന്നു. 1 മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടർക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരുന്നത്. 2 വർഷം മുമ്പ് ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു സർജറിയിലൂടെയാണ് മാറിപ്പോയത്. അത്ഭുതങ്ങളുടെ ജപമാലയിൽ അച്ഛൻ ബന്ധന പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് അവൾ ഒലിവ് ഓയിൽ ആ ഭാഗത്ത് പുരട്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ശേഷിക്കാത്ത രീതിയിൽ ആ ഇൻഫെക്ഷൻ പൂർണ്ണമായി മാറി കിട്ടി. കൂടാതെ അവൾക്ക് അലർജിയുടെ തുമ്മലും ജലദോഷവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 1 വർഷമായിട്ട് അത് പൂർണ്ണമായി മാറി. എൻ്റെ ഹസ്ബൻഡിന് പല്ലുവേദനയും മോണപ്പഴുപ്പും മൂലം 2 മാസത്തോളം ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാറുണ്ടായിരുന്നു. റെക്കോർഡഡ് ജപമാലയിൽ പല്ലുവേദനയും മോണപ്പഴുപ്പുമുള്ളവർ പ്രാർത്ഥിക്കാൻ അച്ഛൻ പറയുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 7 മാസത്തോളമായി പിന്നെ ആ രോഗം വന്നിട്ടില്ല. കൂടാതെ BP ഇടയ്ക്കിടയ്ക്ക് കൂടുന്ന അവസ്ഥയായിരുന്നു. താമസിച്ചുള്ള ധ്യാനത്തിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം BP ഇപ്പോൾ നോർമലാണ്. ഉപ്പൂറ്റുവേദനയും കാലുവേദനയും മാറിക്കിട്ടി. എനിക്ക് കഴിഞ്ഞ 47 വർഷമായി വാഹനങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ തലവേദനയും ഛർദിയും മറ്റു അസ്വസ്ഥതകളും ഉണ്ടായിരുന്നു. 47 വർഷമായിട്ട് കേട്ടോ തലവേദനയും ഛർദിയും വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ. അത്ഭുതങ്ങളുടെ ജപമാലയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം 1 വർഷത്തോളമായി യാത്ര ചെയ്യുമ്പോൾ ഒരു അസ്വസ്ഥതയും കൂടാതെ ഈശോ സുഖപ്പെടുത്തി. 2016 മുതൽ ഇയർ ബാലൻസിൻ്റെ തലകർക്കവും ഛർദിയും ഉണ്ടായിരുന്നു. 2023 അത്ഭുതങ്ങളുടെ ജപമാല കണ്ടതിന് ശേഷം ഈ അസുഖം പിന്നെ വന്നിട്ടില്ല. നിസ്സാര കാര്യങ്ങൾക്ക് പോലും പേടിയും ടെൻഷനും ഉള്ള അവസ്ഥ മാറി. രാത്രിയിൽ ഉറക്കമില്ലാത്ത അസുഖം മാറി. ഒലിവ് ഓയിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി മുടികൊഴിച്ചിൽ സുഖപ്പെട്ടു. നല്ലൊരു കൈയടി കൊടുത്തതിന് ഒരുപാട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന വലിയ അനുഗ്രഹങ്ങളാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്ന അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ ഇത്രമാത്രം ഉണ്ട് എങ്കിൽ വിളിച്ച് പറയാത്തത് എന്തുമാത്രം ഉണ്ടായിരിക്കും? ഇതെല്ലാം കൂടി വിളിച്ചു പറയാൻ പറ്റില്ല. വളരെ കുറച്ച് മാത്രമാണ് വിളിച്ചു പറയുക. അപ്പോൾ വിളിച്ചു പറഞ്ഞത് എത്രമാത്രം ഉണ്ടെങ്കിൽ വിളിച്ചു പറയാത്തത് എന്തുമാത്രമായിരിക്കും? അതിപ്പോൾ വിളിച്ചു പറയാത്തതാണ് കുറേക്ക് ഇപ്പോൾ സാക്ഷ്യം പറഞ്ഞത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.